പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്ന വിഷയം പ്രതികൂലത്തിന് നേരെ സംസാരിക്കാനുള്ള കൃപ. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയലോൺ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. എന്നാൽ ഈ വചനഭാഗത്ത് കാണാൻ കഴിയുന്നു, എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ച ഭാഗമാണ്. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയലോൺ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ഈ സമയത്ത് സംഭവിക്കുന്നത്, ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. പ്രിയ ദൈവമക്കളെ, ഇതിൽ നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, ഇതിലൊരു ദൂത് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, പ്രതികൂലങ്ങൾക്ക് നേരെ നീ ആത്മാവിന്റെ കൃപയാൽ നീ സംസാരിക്കുമ്പോൾ നിന്നെ തകർത്ത് കളയുമെന്ന്, നിന്നെ ഉടച്ചു കളയുമെന്ന്, നിന്നെ നശിപ്പിച്ചു കളയുമെന്ന് നിനക്ക് നേരെ വരുന്ന ശത്രുഗണം നിന്റെ വാ തുറന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപയാൽ നീ ആ ശത്രുത്തോട്, അതായത് നിന്നെ നശിപ്പിക്കുമെന്ന് വാദിച്ചു വരുന്ന വിഷയമാണോ, വ്യക്തിയാണോ, ഏതെങ്കിലും സംഭവങ്ങളാണോ, ഏതു മേഖലയാണ് നിനക്ക് നേർക്ക് നേരെ വന്ന് നിന്നെ തകർക്കുവാൻ തക്കവണ്ണം ശത്രു വരുന്നുവോ, അതിന് നേരെ നോക്കി, നീ ആ പ്രതികൂലത്തിന് നേരെ നോക്കി ആത്മാവിന്റെ ശക്തിയാൽ നീ അതിനോട് പ്രഖ്യാപിക്കുമ്പോൾ, നീ അതിനോട് പ്രവചിക്കുമ്പോൾ, നിന്റെ വായിൽ നിന്നും എന്തുവാണ് നീ അതിനെ നോക്കി കൽപ്പിക്കുന്നുവോ അതങ്ങനെ തന്നെ സംഭവിക്കും. ഇസ്രായേൽ ജനം ഈ ശത്രുവിനോട് പടവെട്ടുന്ന സമയത്ത് യോശുവ പറയുന്നു, സൂര്യനോടും ചന്ദ്രനോടും നീ അനങ്ങരുത്. ആ ഭാഗം നമുക്ക് വ്യക്തമായിട്ട് സൂര്യാം നീ ഗിബയോനിലും ചന്ദ്രാം നീ അയലോൺ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ഈ സമയത്ത് സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. അപ്പോൾ ഒരു ദൈവഭക്തന്റെ വായിൽ നിന്നും, യോശുവ എന്ന് പറയുന്ന ഒരു ദൈവഭക്തന്റെ വായിൽ നിന്നും പുറപ്പെട്ട വാക്കുകൾ, സൂര്യനും ചന്ദ്രനും ഒരു ദിവസം എവിടെയാണോ താൻ, അത് എവിടെ നിൽക്കുമ്പോഴാണ്, ഏത് പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് ഈ ദൈവഭക്തൻ അതിനെ നോക്കി നീ അനങ്ങരുത്, ചലിക്കരുതെന്ന് പറഞ്ഞു, അവിടെ ഒരു ദിവസം മുഴുവനും അതുപോലെ അവിടെ നിൽക്കുവാനിടയായി. അപ്പൊ യോശുവ ഭക്തന്റെ വായിൽ നിന്ന് വാക്കുകൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിയായ സൂര്യനും ചന്ദ്രനും യോശുവ പറഞ്ഞ ശബ്ദം മനസ്സിലായി. യോശുവയുടെ വായിൽ നിന്ന വാക്കുകൾ ദൈവത്തിന്റെ സൃഷ്ടിയായ സൂര്യനും ചന്ദ്രനും മനസ്സിലായി.
അത് മനസ്സിലാക്കിയിട്ട് എന്തുവാണോ ദൈവഭക്തൻ തങ്ങളെ നോക്കി പറഞ്ഞുവോ അതുപോലെ സൂര്യനും ചന്ദ്രനും ചലിച്ചില്ല. അത് നിന്ന സ്ഥാനത്ത് അനങ്ങാതെ നിൽക്കുവാനിടയായി. അതിനർത്ഥം പ്രിയ ദൈവമക്കളെ, നിന്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ നിന്നെ ഇപ്പോൾ പിടിക്കും, ഇപ്പോൾ തകർക്കും, ഇപ്പോൾ നിന്നെ ഉടച്ചു കളയും, ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ള ഭീഷണികളുമായി നിന്റെ മുന്നിൽ വരുന്ന ഫോൺ കോളുകളോ, നിന്റെ മുന്നിൽ വരുന്ന വിഷയങ്ങളോ, നിന്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധിയോ ബാധ്യതയോ കണ്ട് ഒരു ഭക്തൻ ഭയപ്പെടുവാനുള്ളതല്ല. ഒരു ഭക്തന്റെ അധികാരം നാവിന്റെ തുമ്പിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന, ദൈവാത്മാവിന് നൽകിയിരിക്കുന്ന അതോറിറ്റിയിൽ, അധികാരത്തിൽ മുന്നിലുള്ള പ്രശ്നത്തെ നോക്കി നീ പറയുക. അത് പറയാനുള്ള ദൈവകൃപ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ദൈവത്തിന്റെ സൃഷ്ടി ആകാശമണ്ഡലത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ നോക്കി, സൂര്യനെ നോക്കി ഒരു ദൈവഭക്തൻ വിളിച്ചു പറയുമ്പോൾ ദൈവം എന്തു പറയുന്നു അതുപോലെ ചലിക്കാൻ അനുവാദമുള്ള പ്രപഞ്ചം ഈ ഭൂമിയിൽ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നൽകിയ ഒരു മനുഷ്യൻ, ഒരു ദൈവമനുഷ്യൻ, ദൈവത്തിന്റെ സൃഷ്ടിയായ സൂര്യനോടും ചന്ദ്രനോടും ദൈവം കൊടുത്ത അധികാരത്തിൽ ദൈവകൃപയിൽ താൻ പറഞ്ഞ ശബ്ദം ദൈവത്തിന്റെ സൃഷ്ടിയായ സൂര്യനും ചന്ദ്രനും കേട്ട് ദൈവം പറയുന്നത് പോലെ, ഈ ദൈവഭക്തൻ പറയുന്ന വാക്കുകൾ ദൈവം സൃഷ്ടിച്ച ദൈവം തങ്ങളോട് പറയുന്നത് പോലെ അവർ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുകയാണ്. അതിനർത്ഥം ഒരു ഭക്തനെ തകർക്കുമെന്ന് വരുന്ന വിഷയത്തിൽ എന്തുവാണോ നിന്റെ മുന്നിൽ വരുന്നത് അതിനോട് നിനക്ക് ആത്മാവിന്റെ ശക്തിയാൽ, ദൈവകൃപയാൽ നീ അതിനെ നോക്കി പ്രഖ്യാപിക്കണം, നീ അതിനോട് കൽപ്പിക്കണം. അതിനുള്ള ദൈവകൃപ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. ശത്രുവിനെ കണ്ട് പുറകോട്ടോടുന്നവനല്ല ഒരു ഭക്തൻ. നിന്റെ മുന്നിൽ വരുന്ന വിഷയം, ഒരു വിഷയമായി നീ അടുക്കുമ്പോൾ അതിനെ തടസ്സം ചെയ്യുന്ന വേറെ ഏതെങ്കിലും അന്ധകാരത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ നീ പറയണം, ഈ വിഷയം എൻ്റെ നന്മയ്ക്ക് വേണ്ടി ചലിക്കാൻ പോകുമ്പോൾ ഈ വിഷയത്തെ തകർക്കുവാൻ തക്കവണ്ണം അദൃശ്യ മണ്ഡലങ്ങൾ പ്രവർത്തിക്കുന്ന അന്ധകാര മണ്ഡലത്തോട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നിനക്ക് ചലിക്കാൻ അനുവാദമില്ല. ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട നന്മകളെ തടസ്സം ചെയ്യുന്ന ലോകത്തിന്റെ മറവിടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ അതിനെ നശിപ്പിക്കുവാൻ അടുക്കുന്നു എന്ന് നീ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് സൂര്യനോടും ചന്ദ്രനോടും യോശുവ പ്രഖ്യാപിച്ചപ്പോൾ അത് അതുപോലെ അനുസരിച്ചതുപോലെ നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറകൾക്കും വിരോധമായി നീ അനുഭവിക്കേണ്ട നന്മകൾക്ക് വിരോധമായി തടസ്സം ചെയ്യുവാൻ അദൃശ്യ മണ്ഡലങ്ങൾ, വെളിപ്പെട്ടു വരുന്ന ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ നീ തിരിച്ചറിഞ്ഞ് അതിനെ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ നീ അതിനെ നോക്കി പ്രഖ്യാപിക്കണം. ചലിക്കാൻ പാടില്ല. ആ നന്മയെ ഇടർച്ച ചെയ്യാൻ നിനക്ക് അനുവാദമില്ല. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. അപ്പൊ ശത്രുവിനോടുകൂടെ എതിർത്ത് അതിനോട് കൽപ്പിക്കുവാൻ ഉള്ള ദൈവകൃപ ഒരു ദൈവഭക്തൻ ആവശ്യമാണ്. ഇവിടെ ഇതാ യോശുവ ചന്ദ്രനോടും സൂര്യനോടും പ്രഖ്യാപിക്കുമ്പോൾ അത് അതുപോലെ അനുസരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിഷയങ്ങളെ കണ്ട് ഭയപ്പെടേണ്ടവരല്ല. അതാണ് ദാവീദ് പറയുന്നത്, നിന്നാ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താ ഞാൻ മതിൽ ചാടി കിടക്കും. കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയതാ യോശുവയും കാലേബും മറ്റുള്ളവരും കൂടെ കടന്നുപോയി. പക്ഷേ കനാൻ ദേശം വളരെ മനോഹരമായ ദേശമാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. പക്ഷേ അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. ഈ മല്ലന്മാരെ കണ്ട് കൂടെയുള്ളവർ ഭയപ്പെട്ടു. പക്ഷെ യോശുവയും കാലേബും പറഞ്ഞു, ദൈവം വാഗ്ദത്തം ചെയ്ത ഈ സ്ഥലത്ത് ഞങ്ങൾ കാലുകുത്തി നന്മ അനുഭവിക്കുമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഈ മല്ലന്മാരെ കണ്ട് ഞങ്ങൾ ഭയപ്പെടുവാനല്ല, ഈ മല്ലനെയും മനുഷ്യനെയും പ്രപഞ്ചത്തെയും പ്രപഞ്ച സൃഷ്ടികളെ സൃഷ്ടിച്ചവനായ ദൈവത്തെയാണ് ഞാൻ ഭയപ്പെടേണ്ടത്. ആമേൻ.
അങ്ങനെ യോശുവയും കാലേബും അവിടെ നിന്നും മുന്തിരിക്കുല വെട്ടി അവർ തോളിൽ ചുമന്ന് അവർ പുറത്തു വരുവാനിടയായി. കനാൻ ദേശത്തിൽ പിടിച്ചടക്കാൻ കഴിയത്തില്ല, മല്ലന്മാരുണ്ട്, അനാഖ്യ മല്ലന്മാരുണ്ടെന്ന് പറഞ്ഞവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് തെറ്റായി പറയരുത്, മറ്റുള്ളവരോട് പറഞ്ഞു ഭയപ്പെടുത്തരുത്, നിങ്ങളത് മിണ്ടാതിരിക്കുക. ഞങ്ങളെ ദൈവം അയക്കുമെന്ന് പറഞ്ഞ്, ദൈവം തരുമെന്ന് പറഞ്ഞ കനാൻ ദേശം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തരും. അതേ പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളെ കണ്ട് നീ ഭയപ്പെടുവാനല്ല, നീ അതിനോട് വാ തുറന്ന് സംസാരിക്കുക. നിനക്കെതിരെ വരുന്ന കൊടുങ്കാറ്റിന് നേരെ നീ സംസാരിക്കുക. കർത്താവായ യേശുവും തന്റെ ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റ് പ്രതികൂലമായി, തിരമാല പ്രതികൂലമായി, കർത്താവ് അമ്മേ പടകിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, കാറ്റേ കടലേ നീ ശാന്തമാക എന്ന് കൽപ്പിച്ചപ്പോൾ, സൃഷ്ടിച്ചവനായ ദൈവം വാക്കു പറഞ്ഞപ്പോൾ കാറ്റിനും കടലിനും യേശുവിന്റെ വാക്കുകൾ മനസ്സിലായി. ആ ശബ്ദം അവര് തിരിച്ചറിഞ്ഞു. പ്രകൃതി ശാന്തമായി, കാറ്റ് ശാന്തമായി, തിരമാല ശാന്തമായി. അതിനർത്ഥം എനിക്കും നിനക്കും എതിരെ വരുന്ന പ്രതികൂലത്തെ നോക്കി നമ്മൾ ഭയപ്പെട്ട് പുറകോട്ട് മാറി എന്താ സംഭവിക്കുമെന്നറിയാതെ ഭയപ്പെട്ട് ഓടി ഒളിക്കാനല്ല, നിന്റെ മുന്നിൽ വരുന്ന വിഷയത്തെ നോക്കി നീ സംസാരിക്കുക. നീ അതിനെ നോക്കി പ്രഖ്യാപിക്കുക. നീ അതിനെ നോക്കി എതിർത്ത് അതിനോട് പ്രഖ്യാപിക്കുക. ചലിക്കരുത്. നിനക്ക് തൊടാൻ അനുവാദമില്ല. നിനക്ക് എന്റെ തലമുറയെ ഞാൻ വിട്ടുതരത്തില്ല, എന്റെ നന്മയെ ഞാൻ വിട്ടുതരത്തില്ല. ഗിദെയോൻ പറഞ്ഞു, ഞാൻ വിട്ടുതരത്തില്ല. ഇനി ഫെലിസ്തീനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ശത്രുവിന് ഞങ്ങൾ അനുഭവിക്കേണ്ട ധാന്യത്തെ, നന്മയെ ഇനി വിട്ടുകൊടുക്കത്തില്ല. മുന്തിരിച്ചക്കിന്റെ അടിയിൽ ഇരുന്നാലും മറഞ്ഞിരുന്ന് ഞാനിത് മറഞ്ഞിരുന്ന് ആ മുന്തിരിച്ചക്കിന് അടിയിൽ വെച്ച് ഞാനത് പൊടിച്ചെടുക്കും, വിട്ടുകൊടുക്കത്തില്ല. മുന്നിൽ വരുന്ന പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടാതെ നീ അതിനോട് പ്രഖ്യാപിക്കും. നിന്റെ വാ തുറന്ന് പ്രതികൂലത്തോട് സംസാരിക്കും. നീ അതിനോട് എതിർത്ത് നിൽക്കും. തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു, സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അതിനോട് എതിർത്ത് നിൽപ്പിൻ, അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആമേൻ. പ്രതികൂലത്തെ നോക്കി സംസാരിക്കുക. നിന്റെ വാക്കുകൾക്ക് അധികാരമുണ്ട്, നിന്റെ നാവിൽ അധികാരമുണ്ട്. അതിനുള്ള ദൈവകൃപ എനിക്കും നിങ്ങൾക്കും ആവശ്യം. ആ ദൈവകൃപയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ തകർക്കുമെന്ന്, മുക്കുമെന്ന്, ഉടച്ചു കളയുമെന്ന് വാദിക്കുന്ന പ്രതിസന്ധികൾ നമ്മെ വിട്ടോടിപ്പോകും. യോശുവ അധികാരത്തോട് സൂര്യനോടും ചന്ദ്രനോടും നിൽക്ക്, ചലിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ അനുസരിപ്പാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരൊക്കെ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ട് നിങ്ങൾ പേടിച്ചു മറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നീ മുന്നിലുള്ള പ്രതികൂലത്തെ നോക്കി ദൈവത്തിന്റെ കൃപയിൽ വിശ്വാസത്തോടെ നീ അതിനോട് സംസാരിക്കുക. നീ അതിനോട് പ്രഖ്യാപിക്കുക. നിന്നെ വിട്ടോടിക്കും. അത് നിനക്കെതിരെ വരത്തില്ല. അത് എന്നേക്കുമായി നിന്നെ വിട്ട്, കുടുംബം വിട്ട്, നിന്റെ വിഷയം വിട്ട്, തലമുറ വിട്ട് ഓടിപ്പോ. ഈ തിരുവചന ഭാഗങ്ങൾ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ദൈവശബ്ദം കേൾക്കുന്ന മക്കൾക്കായി സ്തോത്രം. പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ട് ഓടുന്നവരല്ല, അതിനോട് എതിർത്ത് നിൽപ്പാനുള്ള ദൈവകൃപ ദൈവാത്മാവ് കൊടുക്കും. അതിനുള്ള അധികാരപരം നാവിന്റെ തുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കും. അനുഗ്രഹിക്കും, ആശീർവദിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി
അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.